ഹായ്, എന്താ പാട്? സുഖല്ലേ? കോയമ്പത്തൂരില് ഒരു 10 വയസ്സുകാരി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതിന്റെ പേരിൽ 2 പ്രതികളെ പിടിക്കുകയും ചെയ്തു. ഈ പ്രതികളെ പിടിച്ചു എന്നല്ല, എല്ലാവരും ഒറ്റ നോട്ടത്തിൽ നോക്കുന്നത് എന്താ അറിയോ? ഇപ്പൊ വിജയാണ് CM. എന്ത് ശിക്ഷ, എത്രത്തിലുള്ള ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടുമെന്നുള്ള ആകാംക്ഷയിലൂടെ കാത്തിക്കുന്ന ജനങ്ങളാണ് ഇപ്പൊ തമിഴ്നാട് മുഴുവൻ. പക്ഷെ തമിഴ്നാട് CM വിജയ് ആയതുകൊണ്ട് മാത്രം തന്നെ വെറും തമിഴ്നാട് മാത്രമല്ല ഇതിന്റെ റിസൾട്ടിന് കാത്തു നിൽക്കുന്നത്, ഇന്ത്യ മുഴുവൻ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം വിജയ് എന്താ എന്നുള്ളത് ഈ അടുത്തായിട്ട് നമുക്ക് തെളിയിച്ചു തന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഈ വിജയ്. വിജയ് എന്ന് പറയുന്ന ഒരു നടൻ റിയൽ ആക്കിയിട്ടാണ് ഈ CM പദവിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്. പക്ഷെ ഇതിലേക്ക് ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊല ചെയ്യപ്പെട്ട ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വിജയ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടി എന്തെല്ലാം വേദനകൾ സഹിച്ചിട്ടുണ്ടോ അതിനേക്കാൾ കഠിനമായിട്ടുള്ള വേദന ഞാൻ അവരെ അറിയിച്ചു കൊടുക്കുന്നുള്ളത്. ആ ഒരൊറ്റ വാക്ക് പോരെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അവരുടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. സൗദി അറേബ്യയിലൊക്കെ, ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഇത്തരം കേസുകൾക്ക് ഭയങ്കര ശിക്ഷയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് അറബ് നാട്ടിലെ എന്ത് നിയമമാണോ ഇത്തരക്കാർക്ക് കൊടുക്കുന്നത്, അതേ നിയമം തന്നെ ഇവിടെയും വരണം എന്നുള്ളത്. പക്ഷെ ഇന്ത്യയിൽ വേറെ എവിടെ കിട്ടിയില്ലെങ്കിലും ശരി, തമിഴ്നാട് ഇപ്രാവശ്യം കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പൊ തന്നെ വിജയ് അധികാരം ഏറ്റിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ആ തൂത്തുക്കുടി +2 വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ആ പ്രതി കണ്ടോ? ഇവനക്ക് കിട്ടിയ ശിക്ഷ ഉണ്ടോ? ഡബിൾ ജീവപര്യന്താണ്. അതും കഠിനമായിട്ടുള്ളത്. ചില ന്യൂസ് ചാനലിൽ വരുന്നുണ്ട് എന്ത് ഡബിൾ ജീവപര്യന്തം തൂക്കുകയറുവാണ്, ചിലതില് വെറും ഡബിൾ ജീവപര്യന്തം മാത്രമാണ് എന്നുള്ളതും വരുന്നുണ്ട്. എന്താണെങ്കിലും അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നത് വരെ വിജയ് എന്തായാലും ഇതിന്റെ പുറകെ നിന്ന് മാറൂല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒരു CM ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കരയരുത്, നിങ്ങക്ക് ഞാനുണ്ട്, ഞാൻ ഉറപ്പ് തരാം, ആ പ്രതിക്ക് കിട്ടാവുന്നതിലും അതിലപ്പുറവും മരണത്തേക്കാൾ വലിയ ഒരു ശിക്ഷ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അത് ഞാൻ അവനെ അറിയിച്ചു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ സന്തോഷം ആ വീട്ടുകാർക്ക് വേറെ ഒന്നും വേണ്ട. ഇനി നാളെ മേലാക്കം ഇതുപോലെ ആരെങ്കിലും തമിഴ്നാട്ടിൽ ചെയ്യാനൊരുങ്ങുമ്പോൾ ആദ്യം ഇവരുടെ വീഡിയോ ഒന്ന് കാണും, എന്നിട്ടേ ഒരുങ്ങുള്ളൂ. കാരണം എന്താ അറിയോ? ചെയ്തവര് സാധാരണ തമിഴ്നാട്ടിൽ എന്ത് തെറ്റ് ചെയ്താലും ശരി ഒരു ലിമിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അവർക്കിടെ പുറത്തിറങ്ങാം. പിന്നെ കേസ് വിധി അങ്ങനെ എന്നുള്ളത്. പക്ഷെ ആ ചട്ടക്കം മാറി. 2 ആഴ്ചക്കുള്ളില് ഫുള്ള് കുറ്റപത്രം സമർപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് ജാമ്യം എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല എന്നുള്ളതാണ്. വേഗം കുറ്റപത്രം സമർപ്പിക്കുക, ശിക്ഷ വിധിക്കുക. ശരിക്കും ഇതാവണം യഥാർത്ഥത്തില് നിയമം. ഈ രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യനുണ്ട്, അറിയോ? അയാൾ ആരാ സത്യത്തിൽ അറിയോ? വിജയുടെ 2024 വിജയ്ക്ക് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിന്റെ CM ആയി വരാനും യോഗ ഉണ്ട് എന്നുള്ളത് ജാതകം നോക്കി പറഞ്ഞ ഒരാളാ. ഈ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ജാതകമാണ് ഇയാൾക്ക് എന്നുള്ളത്. കാരണം ഭയങ്കര ഉയർച്ചയായിരിക്കും, പെട്ടെന്ന് കയറിപ്പോവും, പ്രതീക്ഷിക്കാത്ത കയറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതൊക്കെ. അതും ഊഹാപോഹം കൊണ്ടല്ല, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ CM ആകും ഈ 2026 എന്നുള്ള അയാള് തറപ്പിച്ച് പറഞ്ഞൊരു വിഷയമാണ്. അതേപോലെ തന്നെ അയാൾ പറയുന്നത് എന്താ അറിയോ? അടുത്ത 40 വർഷം ഈ വിജയ്ക്ക് ഒരു എതിരാളി ഉണ്ടാവൂല എന്നാ. അങ്ങനെ മാറും തമിഴ്നാട് വിജയിനെ സപ്പോർട്ട് ചെയ്തിട്ടെന്ന്. അതിലുപരി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇപ്പൊ ഇന്ന് നരേന്ദ്രമോദി എവിടെയായിരിക്കുന്നത് അതേ സ്ഥാനത്തേക്ക് ഈ വിജയ് എത്തിപ്പെടും എന്നുള്ളതും. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കാര്യങ്ങൾ എത്തി. അത്തരത്തിലുള്ള ജാതകമാണ് ഇത്ര ഈ വിജയുടെ ജാതകം. അതുകൊണ്ട് തന്നെയാണ് വിജയ് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരെയും സപ്പോർട്ട് ചെയ്യൂല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് മരണത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വിധി തന്നെയാണ് ഇനി ഈ കോടതി വിധിക്കാൻ പോണെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. നമ്മളൊക്കെ നാട്ടിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസ് സംഭവിച്ചാൽ ആദ്യം എന്താ അറിയോ? മരിച്ച ആൾക്ക് 1 ലക്ഷം, കൊന്ന ആൾക്ക് 50,000, നോക്കി നിന്ന ആൾക്ക് 25,000 എന്നിട്ട് ഓരോ ഓഫർ ഇടലാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഇനി നടക്കൂല. തമിഴ്നാട്ടിലെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ്, കുരുക്കങ്ങോട്ട് വീഴുക. അത് നമുക്ക് വഴുകാതെ കാണാം. ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാ, പക്ഷെ ഓരോ തിരക്ക് കാരണം കൊണ്ട് ചെയ്യാൻ ലേറ്റായി. എന്തായാലും ഞാൻ അതിന്റെ ആ ന്യൂസ് ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. പിന്നെ അതിലുപരി 3 ആളുകൾക്ക് നല്ലൊരു പണി വരാനുണ്ട്. ഒരു 10 വയസ്സായ ഒരു കുട്ടി ഇത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും അതിന്റെ ന്യൂസ് ചർച്ചയിൽ വന്നിരുന്നിട്ട്
പത്രസമ്മേളനം നടത്തുമ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്നതാണ് ഈ ചിരിയും കോപ്രായങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഇത് മുൻ സർക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവൂല. ഇതിപ്പോ വിജയല്ലേ തമിഴ്നാടിന്റെ CM, അതുകൊണ്ട് കണ്ടിപ്പോ ദണ്ഡന കടക്കും. എന്താ അവരുടെയൊക്കെ ചിരിച്ച് അവരും അറിയാം. എന്നാ എന്താ ന്യൂസ്? ഒരു 10 വയസ്സായ കുട്ടി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ട് ആ പ്രതികൾക്കെതിരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോലീസ് പത്രസമ്മേളനം നടത്തി പറയുന്നതിന്റെ ഇടയിൽ അവര് ചിരിക്കുന്നത്. അതൊരു സ്ത്രീയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മ ആകേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു 10 വയസ്സായ മോളുടെ മരണവാർത്ത ഇത്രയും ചിരിച്ച് സന്തോഷത്തോടെ പറയുന്നത്. എന്താല്ലേ, സമ്മതിക്കണം. എന്തായാലും ഇവർക്കുള്ള വിധി കാത്തിരുന്ന് നമുക്ക് കാണാം. അപ്പോ ബൈ.